ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് സിനിമ വാർത്തകളുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ചത്ത പച്ച എന്ന സിനിമയുടെ ഒരു ചെറിയൊരു ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ വിശാഖിൻ്റെ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ചെറിയാൻ എന്ന ക്യാരക്ടറാണ് വിശാഖ് അവതരിപ്പിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ് ഇവർ 3 പേരും അഭിനയിക്കുന്ന സിനിമയാണല്ലോ അതിരടി. സിനിമയുടെ ഫസ്റ്റ് ക്യാരക്ടർ പോസ്റ്റർ ഇന്ന് വൈകുന്നേരം വരുന്നതായിരിക്കും. സൂര്യയുടെ സിനിമയാണ് സൂര്യ 47. സിനിമയുടെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സിനിമയിലെ ഒരു പ്ലോട്ട്, അതായത് ഒരു 45 ഇയേഴ്സ് ഓൾഡ് മാനും ഒരു 25 ഇയേഴ്സ് ഓൾഡ് ലേഡി ആയിട്ടുള്ള ഒരു റിലേഷൻ, ഒരു കെമിസ്ട്രി ബോണ്ടായിരിക്കും സിനിമയുടെ മെയിനായിട്ടുള്ള ഒരു കഥ. അതായത് നമ്മുടെ ഗജനി സിനിമയിലെ സഞ്ജയ് രാമസ്വാമി എന്ന കഥാപാത്രം ഏകദേശം അതേപോലെ സിമിലറൊക്കെ ആയിരിക്കും എന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന സിനിമയാണല്ലോ സർവമായ. അപ്പം നീമ്പോളിയുടെ മറ്റൊരു ചിത്രമായ നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ്റെ ഒപ്പമായിട്ടുള്ള നീമ്പോളി ചിത്രം അങ്ങനെ പാക്കപ്പ് ആയിട്ടുണ്ട്. സിനിമ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും മോളിവുഡ് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ വരാത്തൊരു ത്രില്ലർ തന്നെയാണ് പൊളിറ്റിക്കൽ. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ചാമ്പ്യൻ എന്ന മൂവിനെ പറ്റിയാണ്. നമ്മുടെ ദുൽഖർ ഇതിലൊരു ക്യാമിയോ ചെയ്യുന്നുണ്ട്. ആരും പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് തന്നെ ഒരു സർപ്രൈസ് തന്നെയാണ് എന്താ തിയേറ്ററിൽ പോയി കണ്ടവർക്കൊക്കെ. അപ്പോൾ അത് അവർ ഒഫീഷ്യലായിട്ട് തന്നെ അവർ യൂട്യൂബിൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ചെറിയൊരു ഗ്ലിംസ് വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ബബ്ബബ്ബ എന്ന സിനിമ കണ്ടവർക്കറിയാം, സിനിമയുടെ ലാസ്റ്റ് ഒരു പാർട്ട് 2 ലീഡ് നൽകുന്നുണ്ട്. ഇപ്പോൾ സിനിമയുടെ സക്സസ് മീറ്റിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ദിലീപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബബ്ബബ്ബ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അതിൽ നമ്മുടെ ലാലേട്ടനായിരിക്കും ഇത്തിരി എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു റോൾ തന്നെയായിരിക്കും. ഇനി ദൃശ്യം 3യുടെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ദൃശ്യം 3 എങ്ങനത്തെ ഉള്ള ടെംപ്ലേറ്റിലായിരിക്കും എന്ന് നമ്മുടെ ജിത്തു ജോസഫ് പറഞ്ഞിരിക്കുന്നു. അതായത് ഒരു ഇമോഷണൽ ആയിരിക്കും കൂടുതൽ ദൃശ്യം 3യിൽ വരുന്നത്. ഏകദേശം നമ്മുടെ ദൃശ്യം 1 ആയിട്ട് സിമിലർ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ദൃശ്യം 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ദൃശ്യം 3ക്ക് വെയിറ്റ് ചെയ്യേണ്ടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി കുറച്ച് OTT വാർത്തകൾ കിടക്കാം. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ അതിഭീകര കാമുകൻ എന്ന സിനിമ നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ അവൈലബിൾ ആണ്. സിനിമ ഒരു 2 ദിവസമായിട്ട് സ്ട്രീമായിട്ട്. അൽതാഫ് സലീമും നമ്മുടെ അനാർക്കലിയും മരക്കാറും അഭിനയിച്ച സിനിമയാണ് ഇന്നസെൻറ്റ്. സിനിമ അങ്ങനെ OTTയിലേക്ക് വരികയാണ്. നമ്മുടെ കമ്മിങ് സൂൺ പോസ്റ്റർ സൈന പ്ലേയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. റോഷൻ മാത്യൂസിൻ്റെ സിനിമയാണ് ഇത്തിരി നേരം. സിനിമ അങ്ങനെ ഈ മാസം ഡിസംബർ 31 നമ്മുടെ സൺ നെക്സ്റ്റ്കൂടെ സ്ട്രീം ചെയ്യുന്നതായിരിക്കും. ETV വിൻ എന്ന പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ മൗഗ്ലി എന്ന ചിത്രം അടുത്ത വർഷം ജാനുവരി 1 റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയുള്ള OTT വാർത്തകൾ. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.